വിദേശ സ്വകാര്യ സർവകലാശാലകൾക്കായുള്ള ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ SFI ഇന്ന് രംഗത്ത് വന്നു. വിദേശ സർവകലാശാല അംഗീകരിക്കാനാവില്ലെന്നും സ്വകാര്യ സർവകലാശാലയിലെ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ വ്യക്തമാക്കുന്നു. എന്നാൽ സ്വകാര്യ മൂലധനത്തെ CPM ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്ന നിലപാടുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. വിദേശ സർവകലാശാലയെ പിന്തുണയ്ക്കുന്ന UGC നിലപാടിനെ CPM ദേശീയ നേതൃത്വം എതിർക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണ നയവും ഇടത് നിലപാടിന് വിരുദ്ധമാണ്. ഇതിനിടെയാണ് വിദേശ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം. ഇതിനെതിരെയാണ് SFI രംഗത്തെത്തിയത്. അല്ല, വിദേശ സർവകലാശാലയെ ബന്ധപ്പെട്ട് SFIക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. വിദേശ സർവകലാശാല വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആകുലതയുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. അതേസമയം താത്വിക വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെത്തി. സ്വകാര്യവത്കരണത്തെ CPM ഒരു കാലത്തും എതിർത്തിട്ടില്ല. ഇതൊരു മുതലാളിത്ത സമൂഹമാണെന്നും വിശദീകരണം. സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല, അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തിട്ടില്ല, ഈ എതിർക്കുകയില്ല. കാരണം ഇത് മുതലാളിത്ത സമൂഹമാണ്. പിണറായി വിജയൻ ഭരണം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന തെറ്റിദ്ധാരണയും വേണ്ട. കേരളത്തിൽ വിദേശ സർവകലാശാലകൾ അനുവദിക്കുന്ന കാര്യം UGC മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിശോധിക്കുമെന്നും അതിനുശേഷമായിരിക്കും തീരുമാനമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച വേണമെന്നാണ് SFI നിലപാട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ബജറ്റിന് പിന്നാലെ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കവേ പക്ഷേ നയവ്യതിയാനമില്ല എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. മാറ്റങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനൊരു നയവ്യതിയാനവും ഇല്ല. ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്നു, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാടുള്ളതാണ്. പക്ഷേ 30 വർഷം മുമ്പും 40 വർഷം മുമ്പും ഉണ്ടായിരുന്ന ആ സാഹചര്യത്തെക്കാളും വ്യത്യസ്തമായി ഇന്ന് വരുന്ന സാഹചര്യം വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പരമാവധി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഗുണകരമായ കാര്യം തീരുമാനിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് 10,000 അല്ല, ആകെ ഇന്ത്യയിൽ നിന്ന് 13 ലക്ഷം ആൾ വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോകുന്നത്. 4% നമ്മുടെ നാട്ടിൽ നിന്നാണ്. അങ്ങനെ 10,000-കണക്കിന് ആളുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല ആ സ്ഥലങ്ങളിൽ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ കേരളം വിദ്യാഭ്യാസം ഇന്ന് ലോകത്തെ വൺ ഓഫ് ദി ഹയസ്റ്റ് പേയിങ്ങോ അല്ലെങ്കിൽ പിന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ സെക്ടറും കൂടിയാണ്. അത് വേൾഡ് ബാങ്ക് നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ ഏജൻസികളുടെയൊക്കെ സ്റ്റഡീസ് കാണിക്കും. ഈ യൂറോപ്പിലേക്ക് പല യൂണിവേഴ്സിറ്റികളിലും വലിയ തോതിൽ പണം അവരുടെ എക്കണോമി തന്നെ ചെല്ലുന്നതിന് ഈ വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള പ്രൊഫഷണൽ കോഴ്സിൽ പോലും വന്ന് വേണ്ടത്ര പഠിക്കാൻ സീറ്റുകൾ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകൾ നമ്മുടെ ഏറ്റവും നല്ല ഡോക്ടർമാരും നഴ്സുമാരുമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്ത് അവിടെ ഒരു ക്രോസ് സബ്സിഡി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു വിദേശ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർഡ് പോലും ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ ഇതൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ജോലി, കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരിക, ഇത് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായൊരു ശ്രമം വേണം. ആ ശ്രമം ഇവിടെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ സഹായിക്കാനും നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളെ സഹായിക്കാനുമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പണ്ടൊരു 30 വർഷം മുമ്പോ 50 വർഷം മുമ്പോ ഉണ്ടായിരുന്ന സാഹചര്യമേ അല്ല എന്നുള്ളതുകൊണ്ട് ഓരോ സമയത്തും ഉണ്ടാവുന്ന സിറ്റുവേഷനെ അനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇവിടുത്തെ പരമാവധി ആൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള തരത്തിലേക്ക് നോക്കിയിട്ടാണ് ആ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്.